Hello friends, welcome to my channel Sargam EduTech. Please like, comment and share. Subscribe our channel കൂടാതെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം? ചോദ്യം ഒന്നും കൂടി, ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം? ഉത്തരം: ഹൈദരാബാദ്, കാശ്മീർ ആൻഡ് ജുനഗഡ്. ഹൈദരാബാദ്, കാശ്മീർ ആൻഡ് ജുനഗഡ്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യപ്രാപ്തിക്കു ശേഷവും ഇന്ത്യയിൽ അധീനപ്രദേശങ്ങൾ ഉണ്ടായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഏവ? സ്വാതന്ത്ര്യപ്രാപ്തിക്കു ശേഷവും ഇന്ത്യയിൽ അധീനപ്രദേശങ്ങൾ ഉണ്ടായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഏവ? ഉത്തരം: ഫ്രാൻസ്, പോർച്ചുഗൽ. ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങൾക്കാണ് സ്വാതന്ത്ര്യപ്രാപ്തിക്കു ശേഷവും ഇന്ത്യയിൽ അധീനപ്രദേശങ്ങൾ ഉണ്ടായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ. അടുത്ത ചോദ്യം, 1952 ഒഡീഷ ഗവർണറായി ചുമതലയേറ്റ മലയാളി ആരാണ്? ചോദ്യം ഒന്നും കൂടി, 1952 ഒഡീഷ ഗവർണറായി ചുമതലയേറ്റ മലയാളി ആരാണ്? ഉത്തരം: വി പി മേനോൻ. ഉത്തരം: വി പി മേനോൻ. അടുത്ത ചോദ്യം, ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നിവ ആരുടെ കൃതികളാണ്? ചോദ്യം ഒന്നും കൂടി, ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആൻഡ് ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ രണ്ട് കൃതികൾ ആരുടേതാണ്? ഉത്തരം: വി പി മേനോൻ്റെ. ഉത്തരം: വി പി മേനോൻ്റെ കൃതികളാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ചോദ്യം ഒന്നും കൂടി, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം: മൗണ്ട് ബാറ്റൺ. ഉത്തരം: മൗണ്ട് ബാറ്റൺ. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടാമത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടാമത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം: സി രാജഗോപാലാചാരി. ഉത്തരം: സി രാജഗോപാലാചാരി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഗവർണർ ജനറലായ ഏക ഇന്ത്യക്കാരൻ ആരാണ്? ചോദ്യം, ഇന്ത്യയുടെ ഗവർണർ ജനറലായ ഏക ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം: സി രാജഗോപാലാചാരി. ഉത്തരം: സി രാജഗോപാലാചാരി. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ മരണത്തിൽ അനുശോചിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന പ്രസംഗം നടത്തിയത് ആരാണ്? ഗാന്ധിജിയുടെ മരണത്തെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം: ജവഹർലാൽ നെഹ്റു. ഉത്തരം: ജവഹർലാൽ നെഹ്റു. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.